PSC പരീക്ഷ എങ്ങനെയെങ്കിലും നേടിയെടുത്തേ പറ്റുള്ളൂ, അതിനുവേണ്ടി ഞാൻ എത്രത്തോളം കഷ്ടപ്പെടാനും തയ്യാറാണ്, ഉറക്കമൊഴിഞ്ഞിരുന്ന് പഠിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിരിക്കുന്നവരായിരിക്കും നിങ്ങൾ അല്ലേ? അങ്ങനെയെങ്കിൽ നമ്മൾ ഇവിടെ ഈ ഒരു പഠനത്തോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നത് അല്ലേ? നമ്മുടെ ഹെൽത്ത് നല്ലതുപോലെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ പഠിക്കുന്ന ഈ ഒരു ജേർണി നമുക്ക് നല്ലതുപോലെ എഫക്റ്റീവ് ആക്കാനായിട്ട് സാധിക്കുള്ളൂ. ആൻഡ് ഫൈനലി നമുക്ക് ആ ഒരു എക്സാം ഹാളിൽ നമ്മൾ ഇത്രയും നാൾ കൊണ്ട് പഠിച്ച കാര്യങ്ങൾ നല്ലതുപോലെ പ്രസന്റ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഒരുപാട് പേരുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു മിസ്റ്റേക്ക് ആണ് ഫുൾ ടൈം പഠനത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും, ബാക്കി കാര്യങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കാറ് പോലുമില്ല. അവസാനം ഇതിനിടയ്ക്കായിട്ട് ഈ ഒരു എങ്ങനെയെങ്കിലും ലാസ്റ്റ് ചാൻസ് ഒക്കെ ഉള്ളവരാണ് ഈ കൂടുതൽ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാക്കുന്നത്. എങ്ങനെയെങ്കിലും പഠിച്ച് കയറിയേ പറ്റുള്ളൂ എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യും, ഫുൾ ടൈം ബുക്കും കൊണ്ടങ്ങ് ഇരിക്കും അല്ലേ? പക്ഷെ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ അവരുടെ ആ ഒരു പഠനത്തിന്റെ ആ ഒരു കാലയളവിൽ ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാകുന്നു. അവർ അതിലേക്ക് പിന്നോട്ട് പോകുന്നു, പിന്നീട് മാക്സിമം ട്രൈ ചെയ്ത് മുന്നോട്ട് വരാൻ നോക്കുന്നു. അവസാനം എക്സാം ഹാൾ അല്ലെങ്കിൽ എക്സാം ഹാളിലേക്ക് പോകാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നു. അതിനു മുമ്പായിട്ട് എക്സാം എഴുതാൻ പറ്റാത്ത രീതിയിൽ ടെൻഷൻ കൂടുന്നു, സ്ട്രെസ് കൂടുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഈ ഒരു ആരോഗ്യം ശ്രദ്ധിക്കാത്തത് കൊണ്ട് നമ്മുടെ ആ ഒരു ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരുപാട് പേരുടെ ലൈഫിൽ അത് ഉണ്ടായിട്ടുമുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇനി പഠിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരെങ്കിലും നിങ്ങൾ പഠനത്തോടൊപ്പം എന്തും കൂടെ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ആരോഗ്യം കൂടി ശ്രദ്ധിക്കുക. അതെന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻട്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ലക്ഷ്മി TS. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം PSC പഠനവും ആരോഗ്യവും. അപ്പൊ PSCയിൽ പഠനം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ? പഠിക്കുന്ന സമയത്ത് നമുക്ക് സ്ട്രെസ് ഉണ്ടാകാറുണ്ട് അല്ലെ, ടെൻഷൻ ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ നമ്മുടെ തലയിൽ ഉണ്ടാകാറുണ്ട് അല്ലെ? അപ്പോ ഇതൊക്കെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, എങ്ങനെ ഇതൊക്കെ കുറച്ച് നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ട് പഠിക്കാം എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചു നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഓക്കെ, ഒരുപാട് പേര് 1-2 മണിക്കൂർ മാത്രം ഉറങ്ങി അതിനും വേണ്ടി കഷ്ടപ്പെട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളെ ബോഡി അതിന് ഓക്കെ ആണ്, അതിനകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് നിങ്ങൾക്ക് പുറമേ തോന്നാം. പക്ഷേ കറക്റ്റായിട്ട് ഒരു മനുഷ്യന് എന്തുണ്ടാകണം, ഒരു റെഗുലർ സ്ലീപ്പിംഗ് സൈക്കിൾ ഉണ്ടാകണം. ഓക്കെ, 8 മണിക്കൂർ ഉറങ്ങണം, 10 മണിക്കൂർ ഉറങ്ങണം എന്നൊന്നുമല്ല പറയുന്നത്. മിനിമം ഒരു 6 മണിക്കൂർ, സാധാരണ എക്സാം ടൈമൊന്നും ആയില്ല, അത് കുറച്ച് നാൾ എക്സാമിന് പ്രിപ്പറേഷന് സമയമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മിനിമം ഒരു 6 മണിക്കൂർ എങ്കിലും ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിക്കും 4 മണിക്കൂറൊക്കെ ഉറങ്ങിയാൽ പോരെ, ബാക്കി സമയം ഇരുന്ന് പഠിച്ചുകൂടെ എന്ന്. ഓക്കെ, നിങ്ങൾക്ക് അത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ ഫോളോ ചെയ്യാം. പക്ഷേ ഈ ഇതൊന്നും ശ്രദ്ധിക്കാതെ എങ്ങനെയെങ്കിലും ഇരുന്ന് രാവിലെയും രാത്രിയും വെളുപ്പാങ്കാലത്തും പാതിരാത്രിയൊക്കെ ഇരുന്ന് പഠിക്കുന്നവർ ആലോചിക്കുക, നിങ്ങളെ ബോഡി അതിന് ഓക്കെ ആയിരിക്കണം. ഓക്കെ, നമ്മൾ വിചാരിക്കും ഓക്കെ ആണ്, പെർഫെക്റ്റ് ആണെന്ന്. പക്ഷെ മുന്നോട്ട് പോകും തോറും നമ്മളെ ബോഡി താഴേക്കും നമ്മുടെ ചിന്തകൾ മുകളിലേക്കും പൊക്കോണ്ടിരിക്കും. ഓക്കെ, അതുകൊണ്ട് അത് ബാലൻസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും, നമ്മൾ ഫുള്ളി ഡൗൺ ആയി പോകും, ഡിപ്രഷൻ സ്റ്റേറ്റിലേക്കും പോകും. ഓക്കെ, അതുകൊണ്ട് ആദ്യം മനസ്സിലാക്കുക, നമ്മുടെ ബോഡി ഫങ്ഷൻസ് ഒക്കെ കറക്റ്റായിട്ട് നടക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ബോഡിക്ക് ഒരു റെസ്റ്റ് ആവശ്യമാണ് അല്ലേ? ആ ഒരു റെസ്റ്റ് നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത്, നമ്മൾ ഉറക്കത്തിലൂടെയാണ് നമ്മുടെ ബോഡിയിൽ ബാക്കിയുള്ള ഫങ്ഷൻസ് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു റെസ്റ്റിംഗ് ടൈം നമ്മൾ കൊടുക്കുന്നത് അല്ലേ? അത് മാത്രമല്ല, ഇതേപോലെ ഒരു റെസ്റ്റ് കൊടുത്താൽ മാത്രമേ നമുക്ക് പിന്നീട് അടുത്ത ദിവസം നമ്മൾ ഒരു കാര്യം എടുത്ത് വെച്ചിരുന്ന് പഠിക്കുന്ന സമയത്ത് അത് നമ്മുടെ മൈൻഡിലേക്ക് കയറുകയുള്ളൂ. അപ്പോൾ ആ ഓരോ കാര്യങ്ങൾ നമ്മൾ കോൺസെൻട്രേഷനോട് കൂടി നമുക്ക് പഠിക്കണമെങ്കിൽ, നമുക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി ക്ലിയർ ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ ബോഡി അതിനോടൊപ്പം തന്നെ കൊണ്ടുവന്നേ പറ്റുള്ളൂ. നമ്മുടെ മനസ്സ് ചിലപ്പം നമുക്ക് നമ്മുടെ കയ്യിലുണ്ടാകും, പക്ഷെ നമ്മുടെ ബോഡി അതിനോടൊപ്പം വരണമെന്നില്ല. അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നല്ല ഒരു സ്ലീപ്പ്. ഓക്കെ, എല്ലാ ദിവസവും നല്ലതുപോലെ ഉറങ്ങാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ പറയുന്നൊരു കാര്യം എന്താണ്, എക്സാം ടൈം ആകുന്ന സമയത്ത് ഇപ്പം 1 മാസമേ ഉള്ളൂ, 2 മാസമേ ഉള്ളൂ, അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ 6 മണിക്കൂർ എന്നുള്ളത് കുറച്ച് കുറയ്ക്കാം. 5 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ, മിനിമം 4 മണിക്കൂർ എങ്കിലും ഉറങ്ങിയിരിക്കണം. ഓക്കെ, അത് നിർബന്ധമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ പഠിക്കാനും ആ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാനും സാധിക്കുകയുള്ളൂ. അല്ലാതെ മൊത്തത്തിൽ നമ്മുടെ ബോഡി വീക്കായി പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത്ര നാളും കൊണ്ട് പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാനോ അത് കൃത്യമായിട്ട് നമുക്ക് ആൻസർ ചെയ്യാനോ ഒന്നും സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, മിനിമം 6 hours എങ്കിലും ഉറങ്ങണം.
ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഓക്കെ, എക്സാം അടുക്കുന്ന സമയത്ത് ജസ്റ്റ് നിങ്ങൾ പഠിക്കുന്ന ലെവൽ അനുസരിച്ച്, ഇനി ഒത്തിരി പഠിക്കാനുണ്ട്, പോർഷൻസ് ഒരുപാട് കംപ്ലീറ്റ് ആക്കാനുണ്ട്, റിവിഷൻ ചെയ്യാനുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ബോഡിക്ക് പറ്റുന്ന രീതിയിൽ കുറച്ച് വരാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ഓർത്ത് വെച്ചിരിക്കാം, നമ്മുടെ മെന്റൽ ഹെൽത്ത്, നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല ഇവിടെ നമുക്ക് നോക്കേണ്ടത്. നമുക്ക് സാധാരണ രീതിയിൽ വേറെ ഉള്ള കാര്യത്തിൽ, പഠനം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യത്തിൽ നമുക്ക് ഫിസിക്കൽ ഹെൽത്ത് നോക്കിയാൽ മതി. പക്ഷേ പഠനം അല്ലെങ്കിൽ പഠിക്കുക എന്ന് പറയുമ്പോൾ അവിടെ പ്രധാനമായും ഫങ്ഷൻ ചെയ്യുന്നത് നമ്മുടെ ബ്രെയിൻ ആണ് അല്ലേ. ബ്രെയിൻ നല്ലതുപോലെ ഫങ്ഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് നല്ലൊരു മെന്റൽ ഹെൽത്ത് ഉണ്ടായിരിക്കണം. സോ മെന്റൽ ഹെൽത്ത് കിട്ടണമെങ്കിൽ നമുക്ക് നല്ലതുപോലെ നമ്മുടെ ബോഡിക്ക് വേണ്ടുന്ന റെസ്റ്റ് കൊടുത്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ഓർക്കുക, അപ്പൊ വിചാരിക്കും അയ്യോ എന്നെ ഡീമോട്ടിവേറ്റഡ് ആക്കിയല്ലോ, ഞാൻ ഇപ്പോൾ 4 മണിക്ക് 3 മണിക്കൊക്കെ എഴുന്നേറ്റിരുന്ന് പഠിക്കുന്ന ആളായിരുന്നു, എന്നെ ഡീമോട്ടിവേറ്റഡ് ആക്കിയല്ലോ എന്ന്. പക്ഷെ നിങ്ങൾ അത് അങ്ങനെ ചിന്തിക്കരുത്, ഇത് പോസിറ്റീവ് ആയിട്ട് എടുക്കുക. നിങ്ങളെ സമയം മാക്സിമം എന്ത് ചെയ്യുക, പഠിക്കുക. ബാക്കിയുള്ള സമയം നിങ്ങൾ പഠിക്കുക. 24 മണിക്കൂറില്ലേ, ആ 24 മണിക്കൂർ ഒരു 6 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 5 മണിക്കൂർ റെസ്റ്റ് കൊടുക്കാൻ മാത്രമേ പറയുന്നുള്ളൂ. ബാക്കി ഇത്രയും മണിക്കൂർ നിങ്ങൾക്കുണ്ട്. ആ അത്രയും മണിക്കൂർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പഠനത്തിനായിട്ട് മാറ്റിവെക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പോൾ ഇങ്ങനെ ഉറങ്ങിയാൽ, ഇത്രയും കുറച്ച് സമയമെങ്കിലും നമ്മുടെ ബോഡിക്ക് റെസ്റ്റ് കൊടുത്താൽ ഉള്ള പ്രയോജനം എന്താണ്? ക്വാളിറ്റി റെസ്റ്റ് ഇംപ്രൂവ്സ് ഫോക്കസ് ആൻഡ് മെമ്മറി റീകോൾ അല്ലേ. നമ്മൾ പഠിക്കുന്ന കാര്യത്തിൽ നമുക്ക് നല്ലൊരു ഫോക്കസ് കിട്ടും. കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് ഗ്രാസ്പ് ചെയ്തെടുക്കാനും പെട്ടെന്ന് മനസ്സിലാക്കാനും പെട്ടെന്ന് പഠിച്ചെടുക്കാനുമായിട്ട് സാധിക്കും. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവരും നിങ്ങളിപ്പം എന്താണ് ചുമ്മാ ഒരു ബുക്ക് എടുത്ത് വെച്ചിരുന്ന് നോക്കുന്നതിനോട് എന്താണ്, അതൊരു പഠനമല്ല, വെറുതെ നിങ്ങൾ സമയം വേസ്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. വെറുതെ ഒരു ബുക്ക് തുറന്നിരുന്ന് എന്ത് ചെയ്യുന്നത്, വെറുതെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും അതിനൊരു പഠനമാണ് അല്ലെങ്കിൽ ഒരു സ്റ്റഡി ആണെന്ന് നമുക്ക് പറയാനേ പറ്റില്ല. കാരണം എന്താണ് പഠനം എന്ന് പറഞ്ഞാൽ, നമ്മുടെ മുന്നിലുള്ള കാര്യങ്ങൾ അത് അബ്സോർബ് ചെയ്ത് നമ്മുടെ ബ്രെയിനിലേക്ക് കൊടുത്ത് ആ കാര്യങ്ങൾ അവിടെ റീകോൾ ചെയ്യാനായിട്ട് പറ്റണം. അത്തരത്തിലുള്ള ഒരു പ്രോസസ്സ് അവിടെ നടക്കേണ്ടതായിട്ടുണ്ട്. സോ ആ ഒരു പ്രോസസ്സ് അവിടെ നടക്കണമെങ്കിൽ നമ്മുടെ ബോഡി കൃത്യമായിട്ട് അതിനകത്ത് വേണ്ടുന്ന മെന്റൽ ഹെൽത്ത് ഉണ്ടാകണം, അതിനകത്തുള്ള ഫോക്കസും കിട്ടണം അല്ലെ. പഠിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് ഫോക്കസ് ചെയ്യാനും പറ്റണം, നമുക്ക് കോൺസെൻട്രേഷനും കിട്ടണം. ഓക്കെ, അപ്പൊ അതിനെല്ലാം ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം, ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് എന്താണ്, നല്ലൊരു ഉറക്കം കിട്ടുക എന്നത് തന്നെയാണ്. മാത്രമല്ല നമ്മുടെ സ്ട്രെസ് കുറയ്ക്കുക. സ്ട്രെസ് കുറയ്ക്കാൻ ഏറ്റവും നല്ലതാണിത് അല്ലേ. നമ്മുടെ സ്ട്രെസ് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പഠിക്കുകയാണെങ്കിൽ എന്താണ്, സ്ട്രെസ് വെച്ചുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും നമുക്ക് തലയിലോട്ട് കയറത്തില്ല. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് കുറയ്ക്കാനും എന്തുകൊണ്ടും ഉറക്കം നമ്മളെ സഹായിക്കും. അത് മാത്രമല്ല കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും എന്താണ്, ഈ ഉറക്കം നമ്മളെ സഹായിക്കും. ഇത് ജസ്റ്റ് ഞാൻ വെറുതെ ഉണ്ടാക്കിയെടുത്തതല്ല, ഇത് ഓരോ റിസർച്ചേഴ്സ് പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നിങ്ങളൊരു സ്ലീപ്പിംഗ് സൈക്കിൾ സെറ്റ് ചെയ്യുക. നിങ്ങൾ പല സൈക്കിളിലായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതും ഉറങ്ങിക്കൊണ്ടിരിക്കുന്നതും. ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് കൺവേർട്ട് ചെയ്തിട്ട്, ഇപ്പൊ പകൽ ഉറങ്ങുന്നവരൊക്കെ, വീട്ടമ്മമാരൊക്കെ ഉള്ള ഒരു പരിപാടിയാണ് എന്താണ്, പകൽ കിടന്ന് ഉറങ്ങുന്നത്. സോ നിങ്ങൾ കറക്റ്റ് ഉറങ്ങുന്ന സമയം എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ആ 1 മണിക്കൂർ സെറ്റ് ചെയ്ത് ഉറങ്ങുക. ബാക്കി സമയം പഠനത്തിനായിട്ട് മാറ്റിവെക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ആ ഒരു ആദ്യത്തെ കാര്യം നല്ലതുപോലെ കൃത്യമായിട്ട് ചെയ്യുമല്ലോ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു സ്ലീപ്പിംഗ് സൈക്കിൾ സെറ്റ് ചെയ്യണം. ഇത്ര മണിക്കൂർ തൊട്ട് അല്ലെങ്കിൽ ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ ഞാൻ ഉറങ്ങും. ആ സമയം ഫോണെല്ലാം ഓഫ് ആക്കി എന്ത് ചെയ്തിരിക്കണം, ഉറങ്ങാൻ കിടന്നിരിക്കണം. കൃത്യമായിട്ട് അടുത്ത സമയം അലാറം വെച്ച് എണീറ്റിരിക്കണം. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടുന്ന കാര്യം. അപ്പൊ നമ്മുടെ ബോഡിക്ക് റെസ്റ്റ് കിട്ടി, നമുക്ക് കോൺസെൻട്രേഷനും കൂട്ടി പഠിക്കാനും പറ്റും, എല്ലാം സെറ്റ് ആവും. ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ കാര്യമാണ് യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷൻ. നമ്മൾ പഠിക്കുന്നവർക്ക് ജസ്റ്റ് നമ്മുടെ ബോഡി നല്ലതുപോലെ ഒന്ന് സ്മൂത്തായി ഫങ്ഷൻ ആകുന്നതിന്, അതുമല്ല സ്ട്രെസ് കുറയ്ക്കുന്നതിന് ഏറ്റവും നല്ല ഒരു കാര്യമാണ് യോഗ ചെയ്യുന്നത് അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്നത്. ഇപ്പോൾ യോഗ ചെയ്യാൻ അറിയില്ല, മെഡിറ്റേഷൻ ചെയ്യാൻ അറിയില്ല എങ്കിൽ എന്താണ്, ജസ്റ്റ് നിങ്ങൾ യൂട്യൂബിൽ തന്നെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അല്ലേ. പല വീഡിയോസ് നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാണാം. ഓവർ ആയിട്ട് സമയം ഇതിനു വേണ്ടി മാറ്റി വെക്കണമെന്നല്ല പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് രാവിലെ എണീക്കുന്നു, രാവിലെ എണീറ്റ് ഒരു 10 മിനിറ്റ്, രാവിലത്തെ ഇപ്പൊ 4 മണിക്കാണ് എണീക്കുന്നതെങ്കിൽ 4 മണി തൊട്ട് ഒരു 4:10 വരെ ഉള്ള സമയം എന്ത് ചെയ്യുക, ഇതിനു വേണ്ടി മാറ്റിവെക്കുക. ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സ്ട്രെസ് മാക്സിമം കുറയ്ക്കാനും
കൂടുതൽ നമ്മുടെ ബോഡി നല്ലതുപോലെ ഫങ്ഷൻ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, യോഗ അല്ലെങ്കിൽ ഇപ്പം സ്കൂളുകളിൽ വരെ സൂംബ ഡാൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നില്ലേ, നിങ്ങൾ അതൊന്നും ചെയ്യണ്ട, ഇതെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് നമ്മളുടെ പഠനത്തെ നല്ല പോസിറ്റീവ് ആക്കുകയുള്ളൂ. നമ്മൾ ആ ഒരു ദിവസം ഫുള്ള് നമുക്ക് റിഫ്രഷ് ആയിട്ടിരിക്കാൻ ഇതിലും നല്ല ഒരു ഓപ്ഷൻ നമുക്ക് വേറെ ഇല്ല. ഓക്കെ, അതുകൊണ്ട് യോഗ പ്രാക്ടീസ് ചെയ്യാം. ജസ്റ്റ് നിങ്ങൾ വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും ബ്രീത്തിങ് എക്സസൈസ് എങ്കിലും രാവിലെ കുറച്ച് നേരം ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനും അതുപോലെ പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കുന്നതിനും ബ്രെയിൻ റീകോൾ ചെയ്യുന്നതിനും ഒക്കെ നല്ലൊരു കാര്യമാണെന്ന് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ എനർജി ഇൻക്രീസ് ചെയ്യും അല്ലെ. നമുക്ക് ആ ഒരു ദിവസം ഫുൾ ആക്റ്റീവ് ആയിട്ടിരിക്കണ്ടേ, ചുമ്മാ ഉറക്കം തൂങ്ങിയിരുന്നാൽ മതിയോ, അങ്ങനെ പോരാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഫുൾ ഡേ ആക്റ്റീവ് ആയിട്ടിരിക്കണമെങ്കിൽ നമ്മൾ ആദ്യമേ നമ്മൾ ആ ദിവസം തുടങ്ങുന്ന സമയം തന്നെ നമ്മൾ ആ ഒരു കുറച്ച് സമയം ഇതിനു വേണ്ടി മാറ്റിവെക്കുക. അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിന് കൂടി ഇത് നല്ലതാണ്, മെന്റൽ ഹെൽത്തിനും നല്ലതാണ്, അതുപോലെ തന്നെ ഫിസിക്കൽ ഹെൽത്തിനും നല്ലതായിട്ടുള്ള ഒരു കാര്യമാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഫോക്കസും കോൺസെൻട്രേഷനും കൂട്ടുന്നുണ്ട്. അത് മാത്രമല്ല നമ്മുടെ ഓർമ്മശക്തി വർദ്ധിക്കാൻ, അതുപോലെ പഠിക്കുന്ന കാര്യങ്ങൾ ഓർത്തെടുക്കാനും ഓർമ്മശക്തി വർദ്ധിക്കാനും നല്ലൊരു ഓപ്ഷനാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ബാച്ചിലുള്ള കുട്ടികളാണെങ്കിലും പറയാറുണ്ട്, പഠിക്കുന്നുണ്ട് മിസ്സേ, പക്ഷെ പഠിക്കുന്ന കാര്യങ്ങൾ അങ്ങോട്ട് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എക്സാം എഴുതുന്ന സമയത്ത് അങ്ങോട്ടേക്ക് കൃത്യമായിട്ട് എന്താണ് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല, വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട്. അപ്പൊ അവരൊരു കാര്യം മനസ്സിലാക്കാം, നിങ്ങൾ ഈ ഒരു മെഡിറ്റേഷൻ നിങ്ങൾ ആദ്യം രാവിലെ കുറച്ച് സമയം നിങ്ങൾ ഇതിന് വേണ്ടിയിട്ടൊന്ന് തയ്യാറെടുക്കുക. ഇത് കുറച്ച് നേരം ഒന്ന് ചെയ്യാം, ശേഷം നമ്മൾ എന്ത് ചെയ്യാം, പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ആ സമയത്ത് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ എന്ത് ചെയ്യാം, ഓർത്ത് വെക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ മെമ്മറി പവർ ഇൻക്രീസ് ചെയ്യുന്നതിനൊക്കെ നല്ലൊരു കാര്യമാണ് നമ്മൾ ഈ ഒരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ യോഗ എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ സ്ട്രെസ്സും ആൻസൈറ്റിയും ഒക്കെ എന്ത് ചെയ്യും, നല്ല പോലെ കുറയ്ക്കും. നിങ്ങൾ ചെയ്ത് നോക്കുന്നവർക്ക് അറിയായിരിക്കും, ചെയ്ത് നോക്കാത്തവർ നാളെ തൊട്ടൊന്ന് ചെയ്ത് നോക്കുക, അത് നിങ്ങൾക്ക് നല്ല ഒരു ഇമ്പ്രൂവ്മെന്റ് തരും. ആൻഡ് നമ്മുടെ ഉറക്കം, ഓക്കെ, കുറെ പേർക്ക് ഈ ടെൻഷൻ കാരണം സ്ട്രെസ് കാരണം ഉറക്കം കിട്ടത്തില്ല. ഈ ഉറക്കം കിട്ടാനും ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് എന്തെന്ന് പറയുന്നത്, മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെല്ലാം വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് മെഡിറ്റേഷൻ അല്ലെങ്കിൽ കുറച്ച് നേരം നിങ്ങളൊന്ന് റിലാക്സ് ആയിട്ട് മനസ്സൊക്കെ ഒന്ന് കൂളായി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മറ്റുള്ള കാര്യങ്ങളെല്ലാം കുറച്ച് നേരത്തേക്കൊന്ന് പുറത്തേക്ക് കളഞ്ഞ് നിങ്ങൾ മാത്രമായിട്ട് മൈൻഡ് റിലാക്സ് ആയിട്ട് കൂളായിട്ടൊന്ന് ഇരുന്നിട്ടായിരിക്കണം നിങ്ങൾ ഈ മെഡിറ്റേഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു ഇമ്പ്രൂവ്മെന്റ് നിങ്ങൾക്ക് വരുന്ന ദിവസങ്ങളിൽ അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതാണ് പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഫാക്ടർ. ഇനി മൂന്നാമത്തെ ഫാക്ടർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്, നമ്മൾ അധികം ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്, നമ്മൾ പഠിക്കുന്ന ആ ഒരു എൻവയോൺമെന്റ് എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ സാധാരണ രീതിയിൽ ഒരു അലങ്കോലപ്പെട്ട് കിടക്കുന്ന ഒരു റൂം, ഓക്കെ, ഒരു ഓർഡർ ഇല്ലാതെ വലിച്ചു വാരി കിടക്കുന്ന ഒരു ടേബിള്, അവിടെ ഇരുന്ന് നമ്മളൊരു ടോപ്പിക്ക് പഠിക്കാനായിട്ട് പോവുകയാണ്, ഫുള്ളി നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും. നമ്മളിനി എത്രത്തോളം അത് പഠിച്ചെടുക്കുമെന്ന് വിചാരിച്ചിരുന്നാൽ പോലും നമ്മുടെ മനസ്സിന്റെ ഇന്നർ മൈൻഡിൽ എവിടെയെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ഡൈവേർട്ട് ആയി പോകും. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന നല്ല ഒരു എൻവയോൺമെന്റ് സെറ്റ് ആക്കുക, നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള എൻവയോൺമെന്റ് സെറ്റ് ആക്കുക അവിടെ. കാരണം നമ്മൾ പഠിക്കുന്നത് എന്തിനാണ്, പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളാണ്. എങ്കിൽ മാത്രമേ ഈ ബുക്കിലുള്ള കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിലേക്ക് കയറുകയുള്ളൂ അല്ലേ. അപ്പൊ അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള നെഗറ്റീവ് കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ കിടക്കുമ്പോഴത്തേക്കും നമ്മൾ ഫോക്കസിങ് ആണ് എന്ന് വിചാരിച്ചാൽ പോലും യഥാർത്ഥത്തിൽ അത് ഫോക്കസിങ് ആകണമെന്നില്ല. ഓക്കെ, ഫേക്ക് ആയിരിക്കും, ഫേക്ക് ഫോക്കസിങ് ആയിരിക്കും അവിടെ നടക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യുക, നല്ല പീസ്ഫുൾ ആയിട്ടുള്ള, നല്ല വൃത്തിയുള്ള, നല്ല അലങ്കോലമൊന്നും ഇല്ലാതെ നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് നിങ്ങൾ എന്ത് ചെയ്യുക, പഠനത്തിനായിട്ട് കണ്ടെത്തുക. അത് നിങ്ങളെ റൂം തന്നെ ആകണമെന്നില്ല, നിങ്ങൾക്ക് ടെറസിന്റെ മുകളിൽ പോയിരുന്ന് പഠിക്കാം, വെളിയിൽ പോയിരുന്ന് പഠിക്കാം, പുറത്ത് പോയിരുന്ന് പഠിക്കാം, എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസ്, മറ്റുള്ള ഡിസ്ട്രാക്ഷനിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്ന മറ്റൊരു കാര്യങ്ങൾ നമുക്ക് ഫുള്ളി ഇതിനകത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള ഒരു പ്ലേസ് നിങ്ങൾ സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ അതും നിങ്ങളുടെ പഠനത്തിന്റെ നിലവാരം കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യും. പഠിക്കുന്ന ആ ഒരു സമയം, നമുക്ക് ക്വാളിറ്റി ടൈം എന്നുണ്ട് ഒരു സമയമുണ്ടല്ലോ, ആ ക്വാളിറ്റി ടൈം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പഠിക്കുന്ന ആ ഒരു സ്ഥലത്തിനെയും നമ്മൾ പഠനം ഡിപ്പെൻഡ് ചെയ്യും എന്നുള്ള ഒരു കാര്യം നിങ്ങളെ മനസ്സിൽ വച്ചിരിക്കുക. ഓക്കെ, ക്ലിയർ ആണോ? പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ എന്തൊക്കെയാണ് ഈ പഠനത്തിന്റെ ആ ഒരു സ്പേസ് നമ്മളെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് വെച്ചാൽ നമ്മുടെ സ്ട്രെസ് ലെവല് കുറച്ച് കുറയ്ക്കും. അതായത് ഇപ്പൊ നല്ലൊരു വെള്ള പെയിന്റ്
അടിച്ച അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള ടേബിൾ, അവിടെ ഒന്നുമില്ല, ബുക്കുകളൊക്കെ കൃത്യമായിട്ട് അടുക്കി വെച്ചേക്കുന്നു, ആ ഒരു പ്ലേസിലേക്ക് നമ്മൾ പോയി ഇരിക്കുമ്പോൾ നമ്മളെ മനസ്സ് കുറച്ച് റിലീഫ് ആവും, നമ്മുടെ സ്ട്രെസ് കുറച്ച് റിലീഫ് ആവും. പകരം എല്ലാം ഇങ്ങനെ എന്താണ് ഒരുമാതിരിയൊക്കെ ഡിസൈൻ ചെയ്ത് ഒരുമാതിരിയൊക്കെ ബുക്കുകളും എല്ലാം ആലങ്കോലം ആക്കി കിടക്കുന്ന ഒരു പോയിന്റിൽ പോയിട്ടിരുന്ന് പഠിക്കാൻ തുടങ്ങുമ്പം അത് നമ്മുടെ സ്ട്രെസ് എന്ത് ചെയ്യത്തേ ഉള്ളൂ, കൂട്ടുകയുള്ളൂ. അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഡിസ്ട്രാക്ഷൻ കുറയ്ക്കുന്നുണ്ട്. അത് മാത്രമല്ല പ്രൊഡക്ടിവിറ്റിയും എഫിഷ്യൻസിയും അല്ലേ, നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളിൽ നിന്ന് ഡിസ്ട്രാക്റ്റഡ് ആകാതെ പോകുമ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ അത്രത്തോളം പ്രൊഡക്റ്റീവ് ആക്കാനും എഫിഷ്യൻ്റ് ആക്കാനും സാധിക്കും. ആൻഡ് പോസിറ്റീവ്ലി ഇമ്പാക്ട് മെന്റൽ ഹെൽത്ത് ബൈ റെഡ്യൂസിങ് ആൻസൈറ്റി. ഓക്കെ, നിങ്ങൾ പോലും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇന്നർ എന്താണ് ഇതിനകത്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇനി തൊട്ട് പഠിക്കാനിരിക്കുമ്പോൾ അതിപ്പോൾ ടേബിൾ ആയിക്കോട്ടെ മറ്റുള്ള ഏതെങ്കിലും പ്ലേസ് ആയിക്കോട്ടെ, നല്ല വൃത്തിയുള്ള നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് മറ്റുള്ള സൗണ്ടുകളും മറ്റുള്ള ഡിസ്ട്രാക്ഷനും ഒന്നും ഇല്ലാതെ പീസ്ഫുൾ ആയിട്ടിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം നിങ്ങൾ ചൂസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ആ കിട്ടുന്ന സമയം നമുക്ക് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു സ്ഥലത്ത് ഒരുപാട് നോയ്സ് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരുപാട് സംസാരങ്ങൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് പോയി നമ്മൾ ജസ്റ്റ് ബുക്കും തുറന്നിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുന്നതും കാണുന്നതും എല്ലാം എന്താണ് മറ്റുള്ള കാര്യങ്ങളായിരിക്കും. നമ്മൾ ഈ ബുക്കിലേക്കുള്ള കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇൻ കേസ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പോയാലും എന്ത് ചെയ്യും, ബാക്കി ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മൈൻഡ് അങ്ങോട്ടേക്ക് ഡൈവേർട്ട് ചെയ്ത് പോകും. അപ്പൊ നമ്മുടെ ആ ഒരു ക്വാളിറ്റി ടൈം എന്ത് ചെയ്യും, നഷ്ടമായി പോകും അല്ലേ. സോ ഓരോ സമയവും നമുക്ക് വിലപ്പെട്ടതാണ്. പഠിക്കാനിരിക്കുന്ന ഓരോ നിമിഷവും നമ്മൾ അത്രത്തോളം എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ കാണുക. ഒരു നിമിഷം പോലും നമുക്ക് അവിടെ വേസ്റ്റ് ആക്കാനില്ല. സോ ഇത്തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഉണ്ടാകാത്ത രീതിയിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ അതും കഴിഞ്ഞു. ഇനി അടുത്തൊരു കാര്യമാണ് നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത് അല്ലെ. ഫുഡും അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്ന കാര്യവും അല്ലെ, അതാണ് ഹൈഡ്രേഷനും ന്യൂട്രീഷനും എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് വെള്ളം കുടിക്കുന്നതിലേക്ക് വരാം. ഓക്കെ, എന്താണ് ഹൈഡ്രേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ഫുൾ ടൈം ഇരുന്ന് പഠിക്കും അല്ലെ. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ബാക്കി കാര്യങ്ങൾ ശ്രദ്ധിക്കത്തില്ല. നമ്മൾ ഫുൾ ടൈം ഇതേ എന്ന് പറഞ്ഞിരിക്കുകയല്ലേ. സോ നമ്മൾ വേറെ കാര്യങ്ങളൊന്നും ചിന്തിക്കത്തില്ല അല്ലെ. അപ്പോൾ നമ്മുടെ ബോഡി പക്ഷേ പ്രോസസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, ബോഡി ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, ബ്രെയിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ അതിന് വേണ്ടുന്ന ഫ്യൂവൽ നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. നമ്മൾ എന്താ ചെയ്യുന്നത്, സാധാരണ രീതിയിൽ എപ്പോഴെങ്കിലും രാവിലെ വെള്ളം കുടിക്കുന്നു, പഠിക്കാനിരിക്കുന്നു, അതിനുശേഷം ബ്രേക്ക് എടുക്കുമ്പോൾ നമ്മൾ വീണ്ടും വെള്ളം കുടിക്കുന്നു, ആ ഒരു പ്രോസസ്സ് ആയിരിക്കും. പക്ഷേ നിങ്ങൾ അവിടെ ഒരു ടൈം സെറ്റ് ചെയ്യുക. നമ്മൾ ഈ ബോഡീനെ ഇങ്ങനെ വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ, നമ്മുടെ ബ്രെയിനിനെ, നമ്മുടെ ബാക്കിയുള്ള ബോഡീസ് എല്ലാം ഇങ്ങനെ ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതിന് വേണ്ടുന്ന ഫ്യൂവല് നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. അത് നമ്മുടെ ഫ്യൂവൽ എന്ന് പറയുന്നത് എന്താണ്, വെള്ളമാണ് അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഹൈഡ്രേറ്റഡ് ആക്കുക. നമ്മുടെ ബോഡി ഫുള്ളി ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. ഒരു ദിവസം മിനിമം ഒരു 2 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഈ 2 ലിറ്റർ വെള്ളം എന്ന് പറയുമ്പോഴത്തേക്ക് ഒറ്റയടിക്ക് 1 ലിറ്റർ അങ്ങ് കുടിക്കണമെന്നല്ല പറയുന്നത്. ഒരു ദിവസം രാവിലെ തൊട്ട് രാത്രി വരെയുള്ള സമയങ്ങളായിട്ട് ഒരു മിനിമം 2 ലിറ്റർ എങ്കിലും നിങ്ങൾ കുടിക്കാനായിട്ട്. നിങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാകാം, ചെയ്യാത്തവരോട് പറയാണ്, നമുക്ക് എന്ത് ചെയ്യാം, ഈ വെള്ളം കുടി കുറയുന്നത് മൂലം നമ്മുടെ ബോഡിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ, നമ്മൾ പോലും അറിയാത്ത ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ബോഡിക്കുള്ളിൽ ഉണ്ടാകും. ഓക്കെ, അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് നമ്മുടെ പഠനത്തെ ആയിരിക്കും പ്രതികൂലമായിട്ട് ബാധിക്കുന്നത്. സോ നമ്മുടെ ബോഡി ഫുള്ളി ഹൈഡ്രേറ്റഡ് ആണ്, ഡീഹൈഡ്രേഷൻ ഒന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ ബോഡിനെ കൊണ്ടുപോവുകയാണെങ്കിൽ ഒരുവിധം നമ്മുടെ അസുഖങ്ങളൊക്കെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യിക്കാൻ ഈ ഒരു പ്രോസസ്സിലൂടെ സാധിക്കും. ഓക്കെ, അതായത് ഇപ്പം എന്താണ് മറ്റുള്ള അസുഖങ്ങൾ, ഇമ്മ്യൂൺ സിസ്റ്റം ഒക്കെ നല്ലതുപോലെ ഫങ്ഷൻ ചെയ്യും. നമ്മുടെ പ്രതിരോധ ശേഷിയും കാര്യങ്ങളും ഒക്കെ പെട്ടെന്ന് ഈ ഒരു വെള്ളം കുടി കാരണം എന്ത് ചെയ്യാറുണ്ട്, പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. സോ അതുകൊണ്ട് എന്ത് ചെയ്യുക, പഠനത്തോടൊപ്പം തന്നെ നിങ്ങൾ ഈ തരത്തിലുള്ള കാര്യത്തിൽ കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. പഠിക്കാനായിട്ടിരിക്കുമ്പോൾ ഒരു കുപ്പി വെള്ളവും കൂടെ കൊണ്ടിരുന്നോ, അല്ലെങ്കിൽ ഒരു ജഗ്ഗിനകത്ത് വെള്ളവും കൊണ്ടിരിക്കണം. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ഒരു കുറച്ച് നേരമൊക്കെ 15 മിനിറ്റ് കൂടുമ്പം അലാറം വെച്ച് വെള്ളം കുടിക്കണം എന്നുള്ള കാര്യമല്ല ഞാനിവിടെ പറയുന്നത്. നിങ്ങൾ കുറച്ച് ബോഡി കുറച്ച് അറിയാലോ, നിങ്ങൾ കുറച്ച് നേരം കൊണ്ടിരിക്കുകയാണ്, ബോഡി ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ആ ബോഡിക്ക് വേണ്ടുന്ന ഫ്യൂൽ കൊടുക്കണം എന്ന് ഒരു പോയിന്റിൽ നമുക്ക് തോന്നുമല്ലോ. ആ സമയത്ത് എന്ത് ചെയ്യുക, വെള്ളം കുടിക്കുക. ഓക്കെ, അപ്പോൾ മിനിമം 2 ലിറ്റർ വെള്ളമെങ്കിലും എന്ത് ചെയ്യുക, വെള്ളം ഒരു ദിവസം കുടിക്കാനായിട്ടിരിക്കുക. അത് നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷനെ നല്ലതുപോലെ എഫക്ട് ചെയ്യും. അത് മാത്രമല്ല നമ്മുടെ ഫിസിക്കൽ പെർഫോമൻസിനും നല്ലതുപോലെ എന്ത് ചെയ്യാം, ഈ വെള്ളം കുടി കാരണം നമുക്ക് നല്ലതുപോലെ എനർജറ്റിക് ആയിട്ട് ഫുള്ളി എനർജറ്റിക് ആയിട്ട് ആ ദിവസം മൊത്തം ഇരിക്കാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല ഡീഹൈഡ്രേഷൻ മൂലം നമുക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകും. ഒരുപാട് പേർക്ക് ഈ കൂടുതലായിട്ടും പഠിക്കുന്ന പിള്ളേർക്ക് ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഈ
ഡീഹൈഡ്രേഷൻ കാരണം തലവേദന ഉണ്ടാകാറുണ്ട് അല്ലേ, തലവേദന ഉണ്ടാകാറുണ്ട്, ഫാറ്റിക് ഉണ്ടാകാറുണ്ട്, കിഡ്നി സ്റ്റോൺ ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ വെള്ളം കൂടി കുറയുന്നത് മൂലം ഉണ്ടാകാറുണ്ട്. സോ ഇതിനെല്ലാം നമുക്ക് എന്താണ് തരണം ചെയ്തു പോയാൽ മാത്രമേ നമുക്ക് ആ എക്സാം ഹാളിൽ നല്ലതുപോലെ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ കഷ്ടപ്പെട്ടു, ഒരു വർഷം കഷ്ടപ്പെട്ട് പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുകയാണ്, അത്രത്തോളം കഷ്ടപ്പെട്ടു, പഠിച്ചു, ഒരുവിധം സിലബസ് എല്ലാം കവർ ചെയ്തു, റിവിഷൻ ചെയ്തു, സെറ്റാണ്, ഓക്കെ ആണെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് എക്സാമിന് 2 ദിവസം ഉള്ളപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു അസുഖം വരുന്നു, നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായേ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അത് ആർക്കും താങ്ങാൻ പറ്റില്ല. നിങ്ങൾ ആ ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിലേക്ക് പോകും. മനസ്സിലായോ? അതായത് ആ ഒരു ടൈം അത്രത്തോളം നമ്മൾ ഇത്രയും വർഷം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അവസാനം എന്താണ് കലം പൊട്ടിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. സോ അങ്ങനെ ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത്. അത് നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ അത് ചെയ്യുക. ഓക്കെ, അത് നിങ്ങൾക്ക് നല്ല ഗുണങ്ങൾ മാത്രമേ ഉണ്ടാക്കി തരത്തുള്ളൂ. ഇതെല്ലാം ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ കുറച്ച് ആൾക്കാർ ഇതൊന്നും ശ്രദ്ധിക്കാതെ ബുക്ക് എന്നും പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഒരുപാട് പേര് ഈ ലാസ്റ്റ് ടൈമിൽ കൊണ്ടുപോയി അസുഖം കാരണം എക്സാം എഴുതാൻ പറ്റാത്തവർ ഒരുപാട് പേരുണ്ട്. നമ്മുടെ ബാച്ചിലുള്ള കുട്ടികൾ തന്നെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരും ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കാതെ പോയത് കൊണ്ടാകാം എന്ത് പറ്റിയത്, നമുക്ക് ആ ഒരു സമയത്ത് ഇതേപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. അപ്പോൾ നമ്മൾ ഇമ്മ്യൂൺ ഫംഗ്ഷൻ ഒക്കെ നല്ലതുപോലെ സെറ്റ് ആകണമെങ്കിൽ എന്താണ് ഈ ഒരു ഹൈഡ്രേഷൻ ഉണ്ടാകണം. അതുപോലെ തന്നെയാണ് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. അതായത് നമ്മളിപ്പം കൂടുതൽ പേരും, നമ്മൾ എന്ന് പറയുമ്പോൾ കൂടുതൽ ആൾക്കാരും എന്താണ് ഈ പുറത്തുള്ള ഫാസ്റ്റ് ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ. കൂടുതലായിട്ടും ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നവരാണ്, ജങ്ക് ഫുഡ് കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഈ ജങ്ക് ഫുഡ് കഴിക്കുന്നവരും ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നവരും ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളെ വീട്ടുകാർ ഉണ്ടാക്കി തരുന്ന അത്രയും നല്ല വൃത്തിയോടുകൂടി ആയിരിക്കില്ല അവരുണ്ടാക്കുന്നത്. അവർ എന്താണ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ആഹാരം എന്നുള്ള രീതിയിൽ മാത്രമേ അവർ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ തലേന്നത്തെയോ അല്ലെങ്കിൽ അതിൻ്റെ തലേന്നത്തെ എണ്ണകളും ഒക്കെ ആയിരിക്കാം അവർ യൂസ് ചെയ്യുന്നത്. നമ്മൾ കാണുമ്പോൾ നല്ല സാധനമാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സൂപ്പർ ഫുഡാണ്. പക്ഷേ നമ്മളെ വീട്ടുകാർ, നമ്മുടെ അമ്മ അല്ലെങ്കിൽ നമ്മുടെ പെങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ ഉണ്ടാക്കി തരുന്ന ആ ഒരു വൃത്തിയോടെയുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ആകണമെന്നില്ല പുറത്തുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പഠന കാലയളവിൽ ഈ പുറത്തുള്ള ഫുഡ്, ജങ്ക് ഫുഡ്സ് ഒക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. വല്ലപ്പോഴും കഴിച്ചോളൂ, കൊതി തോന്നുമ്പോൾ കഴിച്ചോളൂ. എന്നും അല്ലെങ്കിൽ ആഴ്ചയിൽ 2-3 തവണ അങ്ങനെയുള്ള കാര്യങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, കാരണം നമുക്കത് എഫക്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി പോയി കഴിഞ്ഞാൽ നമ്മളെ പഠനത്തെ ആയിരിക്കും അത് എന്ത് ചെയ്യുന്നത്, നല്ല പോലെ എഫക്ട് ചെയ്യുന്നത്. സോ അങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ഇനി നമുക്ക് എന്താണ് ഈ ഒരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് അസുഖങ്ങളിൽ നിന്നും എന്ത് ചെയ്യാം, നല്ലതുപോലെ പെട്ടെന്ന് രക്ഷപ്പെടാം. റെഡ്യൂസിങ് ദ റിസ്ക് ഓഫ് ഇൽനെസ് ആൻഡ് ഷാർപ്പർ തിങ്കിങ് ആൻഡ് ബെറ്റർ ഫോക്കസ്. നല്ല ആഹാരം നമ്മുടെ ബോഡിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, വെള്ളം കിട്ടുന്നത് പോലെ തന്നെ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള നല്ല പ്രോട്ടീനും മിനറൽസും ഒക്കെ ഉള്ള നല്ല ഫുഡൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയും അതുപോലെ എന്ത് ചെയ്യും, നല്ല പോലെ ആക്റ്റീവായിട്ട് ഫങ്ഷൻ ചെയ്യും അല്ലേ. സോ അതിന് വേണ്ടിയിട്ടുള്ള നല്ല ഫുഡ് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം സ്ട്രോങ് ആയിട്ട് ഫോക്കസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ഹെൽത്തി സ്നാക്സ്. നമ്മൾ വിചാരിക്കും ഞാൻ വീട്ടിലെ ആഹാരം മാത്രമേ കഴിക്കുന്നുള്ളൂ. പക്ഷേ എന്താണ്, സ്നാക്സ് ഞാൻ അല്ലാതെ ഈ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് പേരുണ്ട്. എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കവർ ചിപ്സും കൊണ്ട് അല്ലെങ്കിൽ ഒരു കവർ മിച്ചറും കൊണ്ട് ഇങ്ങനെ ഇരിക്കും അല്ലേ. നമ്മൾ എന്താണ് ചവച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്രെയിൻ നല്ലപോലെ വർക്ക് ചെയ്യുന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പഠിക്കുന്നതോടൊപ്പം വേറെ ഒക്കെ ഫുഡ് എല്ലാം ശ്രദ്ധിച്ചു, നല്ല ന്യൂട്രീഷ്യൻ ഫുഡാണ്, വെള്ളം കുടിക്കുന്നുണ്ട്, എല്ലാം സെറ്റാണ്. പക്ഷേ കയ്യിലിരിക്കുന്നത് എന്താണ്, ചിപ്സിന്റെ കവറാണ് അല്ലേ. പക്ഷെ അതും എന്താ മക്കളെ, സ്നാക്സും നമ്മുടെ ഹെൽത്തിനെ പ്രതികൂലമായി ബാധിക്കുന്നതാണ്. ഇപ്പം നിങ്ങളിപ്പം ന്യൂസിലൊക്കെ കണ്ടു കാണും, ഷുഗർ അടങ്ങിയ ആഹാരങ്ങൾ, എണ്ണ പലഹാരങ്ങൾ ഇതെല്ലാം റെഡ് ലിസ്റ്റിലേക്ക് ഇടുകയാണ്. അതായത് പുകവലിക്ക് കൊടുക്കുന്ന ആ ഒരു പ്രിക്വേഷൻസ് ഉണ്ടല്ലോ, അതായത് മുന്നറിയിപ്പ് ഉണ്ടല്ലോ, അതുപോലെ ഇതിന് മുന്നറിയിപ്പ് കൊടുക്കാനായിട്ട് പോവുകയാണ്. സോ അത്രത്തോളം നമ്മളെ ബോഡിയെ അതെല്ലാം എന്ത് ചെയ്യും, നല്ല രീതിയിൽ നല്ല പോലെ നമ്മുടെ ബോഡി ഫങ്ഷൻസ് എല്ലാം ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ഇത്തരത്തിലുള്ള സാധനങ്ങൾ മതി. ഓക്കെ, അപ്പം നിങ്ങൾ സ്നാക്സ്, നിങ്ങളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ
സ്നാക്സ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ വിശപ്പ് വരുമല്ലോ, പഠിക്കുന്ന പിള്ളേർക്ക് വിശപ്പ് കൂടുതലാണെന്ന് പറയും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഇടയ്ക്ക് സ്നാക്സ് കഴിക്കുക. സ്നാക്സ് എന്ന് പറയുമ്പോൾ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള നല്ല പ്രോട്ടീൻ അടങ്ങിയ സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ കഴിക്കുക. ഇച്ചിരി ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുക. ഫ്രൂട്ട്സ് ഒക്കെ വെട്ടിയിട്ട് കുറച്ച് വീതം എന്താ ചെയ്യുക, അങ്ങനെ കഴിക്കുക. ഓക്കെ, മാക്സിമം ഇത്തരത്തിലുള്ള എണ്ണ പലഹാരങ്ങളും ഇതൊക്കെ കുറച്ച് നാളത്തേക്ക് ഒന്ന് അവോയ്ഡ് ചെയ്യുക. അത് നിങ്ങളുടെ ഹെൽത്തിന് ഏറ്റവും നല്ല ഒരു കാര്യമായിരിക്കും കേട്ടോ. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തി ഡയറ്റ്സ് എന്തൊക്കെ കഴിക്കാൻ നമുക്ക് ഏറ്റവും നല്ലതായിട്ട്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ ഇപ്പം തന്നെ ഓൾമോസ്റ്റ് എല്ലാം മായം കലർന്ന കീടനാശിനി കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ നല്ലതുപോലെ ശ്രദ്ധിച്ച് കഴുകി വൃത്തിയാക്കി നല്ലതുപോലെ യൂസ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഹോൾ ഗ്രെയിൻസ്, ചെറുധാന്യങ്ങളുണ്ടല്ലോ, അതൊക്കെ നല്ലതാണ്. നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനൊക്കെ നല്ല കാര്യമാണ്. ഓർമ്മശക്തിയൊക്കെ കൂട്ടാൻ ഈ ചെറുധാന്യങ്ങളൊക്കെ, ഓട്സ്, അതുപോലെ എന്താണ് ചെറിയ ഫ്ലാറ്റ് സീഡ്സ് ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. അതുപോലെ പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇറച്ചി അല്ലേ, മീറ്റ് കഴിക്കണം, എഗ്ഗ്, ഡയറി പ്രോഡക്ട്സ് അല്ലെ, പാലുൽപ്പന്നങ്ങൾ, നട്ട്സ്, ഇതെല്ലാം നമ്മുടെ ബോഡിക്ക് നല്ല 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 ഫുഡുകളാണ്. സോ ഇതൊക്കെ നിങ്ങൾ കഴിച്ചോളൂ. ബാക്കിയുള്ള ജങ്ക് ഫുഡ്സ് കാര്യങ്ങളൊക്കെ മാക്സിമം ഒന്ന് കുറച്ച് നാളത്തേക്ക് ഒന്ന് നിങ്ങൾ റെഡ്യൂസ് ചെയ്യുക കേട്ടോ. ഫുള്ളി റെഡ്യൂസ് ചെയ്യണമെന്നല്ല, ഇടയ്ക്കിടയ്ക്ക് മന്ത്ലി വൺസ് അല്ലെങ്കിൽ ട്വൈസ് നിങ്ങൾ കഴിച്ചോളൂ, കുഴപ്പമില്ല. അതും ശ്രദ്ധിച്ച് നല്ല ആഹാരങ്ങളായിരിക്കണം കഴിക്കേണ്ടത്. ഷവർമയൊക്കെ കഴിച്ച് അല്ലെങ്കിൽ ഒരുപാട് ഫുഡ് പോയിസണും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടല്ലോ, അത്തരത്തിലുള്ള ഫുഡ്സ് കുറച്ച് നാളത്തേക്ക് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഇപ്പോൾ ഫുഡ് പോയിസൺ ഒക്കെ വന്നു പോയി കഴിഞ്ഞാൽ ഒരു മാസം നിങ്ങൾ വീക്കാണ്. ഓക്കെ, ആ ബോഡി തിരിച്ച് പഴയ ആ ഒരു രീതിയിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ അത്രയും സമയം എടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് അതെല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്സ് എന്ന് പറയുന്നത്. സോ ഇതൊക്കെ നിങ്ങൾ മുമ്പിൽ നിങ്ങൾ ബിരിയാണിയുടെയും അല്ലെങ്കിൽ ജങ്ക് ഫുഡ്സിൻ്റെയും ഒക്കെ ഷവർമ, ഷവായി, ഇതൊക്കെ നമ്മുടെ മനസ്സിലൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഈ ചിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് വരട്ടെ കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. അതിന് മുമ്പായിട്ട് ഒരു കാര്യം, അടുത്തതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. എൻ്റെ അടുത്ത ഡിഗ്രി ലെവൽ ബാച്ച് ജൂലൈ 30 ലോഞ്ച് ചെയ്യുകയാണ് കേട്ടോ. ഇത് നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ ബാച്ച് ആണ്. സോ ബേസ് മുതൽ നല്ല രീതിയിൽ UPSC ലെവൽ വരെ ഉള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടിയിട്ടുള്ള ഒരു ബാച്ചാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഡിഗ്രി ലെവൽ ബാച്ച് നമുക്കറിയാലോ, ഇനിയിപ്പം വരാൻ പോകുന്നത് കമ്പനി ബോർഡ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ബാച്ചാണ് കേട്ടോ. ഇപ്പം ഓൾമോസ്റ്റ് കുറച്ച് ബാച്ച് റണ്ണിങ് ആണ്, അടുത്ത ബാച്ചാണ്. സോ ഇവിടെ ലിമിറ്റഡ് സീറ്റാണ്. 100 ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 100 പേർക്ക് മാത്രമേ ഇതിനകത്തേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ഇൻ കേസ് നിങ്ങൾക്ക് അടുത്ത പരീക്ഷയ്ക്കായിട്ട് കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും പഠിക്കാൻ ആഗ്രഹമുള്ളവർ മാത്രം, ഓക്കെ, വെറുതെ ബാച്ചിൽ വന്ന് ജോയിൻ ചെയ്ത് ടോപ്പിക്സ് തരുമ്പോഴത്തേക്കും പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നിർത്തിയിട്ട് പോകുന്നവരെ ഇവിടെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രം ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ഇടയ്ക്കൊന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇനി അടുത്തൊരു കാര്യമാണ്, നമ്മുടെ ഹെൽത്തിനെ ഏറ്റവും കൂടുതൽ ഇപ്പം ഇന്നത്തെ കാലത്ത് ഹെൽത്തിനെ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത്. അതായത് നിങ്ങളിപ്പോൾ എന്നെ കാണുന്നത് പോലും ഒരു സ്ക്രീനിലൂടെയാണ് അല്ലെ, നിങ്ങൾ ഇപ്പോൾ എത്രയും നേരം സ്ക്രീൻ ടൈം യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് സ്ക്രീൻ ടൈം മൊത്തത്തിൽ നിർത്താനായിട്ട് പറ്റില്ല. പക്ഷെ എന്ത് ചെയ്യാം, ലിമിറ്റ് ചെയ്യാം. നമുക്ക് എന്തായാലും പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പം എൻട്രി ആപ്പ് യൂസ് ചെയ്യുന്നവരായിക്കോട്ടെ, മറ്റുള്ള ആപ്സ് യൂസ് ചെയ്യുന്നവരായിക്കോട്ടെ, എന്തായാലും പഠനത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ഫോൺ അല്ലെങ്കിൽ ലാപ്പ് അല്ലെങ്കിൽ ടാബ് യൂസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാം, അവിടെ പ്രിക്കോഷൻസ് എടുക്കാം അല്ലേ. നമുക്ക് റീഡിംഗ് മോഡിനകത്ത് ഇടാം. നമ്മൾ ക്ലാസ് കേൾക്കുമ്പോൾ നമ്മുടെ ആ ഒരു ബ്രൈറ്റ്നസ് എന്ത് ചെയ്യാം, റീഡിംഗ് മോഡിനകത്ത് ഇടാം. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒരു കാര്യം മനസ്സിലാക്കുക, പഠിക്കുന്നതിന് വേണ്ടിയിട്ട് മാക്സിമം എന്ത് ചെയ്യുക, സ്ക്രീൻ ടൈം യൂസ് ചെയ്തോളൂ. പക്ഷേ ബാക്കിയുള്ള സമയം, അതായത് പഠനത്തോടൊപ്പം ബാക്കി ഫുൾ ടൈം റീൽസ് കാണുന്നു, ഫേസ്ബുക്ക് നോക്കുന്നു, ഇൻസ്റ്റാഗ്രാം നോക്കുന്നു, അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ സ്ക്രീൻ ടൈം എന്ത് ചെയ്യത്തേ ഉള്ളൂ, കൂടി വരത്തേ ഉള്ളൂ അല്ലേ. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക, സ്ക്രീൻ ടൈം മാക്സിമം കുറയ്ക്കുക. ഈ സ്ക്രീൻ ടൈം കുറയ്ക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ പോലും അറിയാതെ നമ്മളെ കണ്ണ് പുറകോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മൾ ഇത്രയും സ്ക്രീനിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും നമ്മൾ സൂപ്പറാണ്, നമ്മളെ കണ്ണിന് ഒരു പ്രശ്നമില്ല എന്ന് കരുതി മുന്നോട്ട് പോകും. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും കണ്ണിന് സ്ട്രെയിൻ വരുന്നു, ബുദ്ധിമുട്ട് വരുന്നു, കണ്ണാടി വെക്കുന്നു, അങ്ങനെ ഓരോ പ്രശ്നങ്ങളായിട്ട് ഉണ്ടാകാനായിട്ട് തുടങ്ങും. ഇതൊന്നും പെട്ടെന്ന് നടക്കുന്ന സംഭവങ്ങളല്ല. ഒരു മാസം
ചെയ്തു അല്ലെങ്കിൽ 2 മാസം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഉണ്ടാകുന്ന സംഭവങ്ങളല്ല. ഇത് പതിയെ ഉണ്ടാകുന്ന അസുഖങ്ങളാണ്. ഈ പതിയെ ഉണ്ടാകുന്ന അസുഖങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് പതിയെ സ്ലോ ആയിട്ട് ഉണ്ടായി അത് പിന്നീട് മാറ്റാൻ പറ്റാത്ത അസുഖങ്ങളായിട്ട് വരുന്നവരാണ് അല്ലെ. പെട്ടെന്ന് ഉണ്ടാകുന്ന പനി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പോകുന്ന സാധനങ്ങളാണ്. പക്ഷെ ഇത്തരത്തിലുള്ള പതിയെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതകാലം മൊത്തം നമ്മളോടൊപ്പം ഉണ്ടാകും എന്നുള്ള ആ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാകണം. അതുകൊണ്ട് മാക്സിമം സ്ക്രീൻ ടൈം കുറയ്ക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, സ്ക്രീൻ ടൈം കുറയ്ക്കുക എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗം കുറച്ച് നാളത്തേക്ക് നിങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാധനമാണ് ഈ പഠിക്കുന്ന സമയത്ത് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. നിങ്ങൾ പോലും അറിയാതെ ഒരുപാട് സമയം എന്ത് ചെയ്യുന്നുണ്ട്, സോഷ്യൽ മീഡിയ അത് നമ്മൾ യൂസ് ചെയ്യുന്നത് കാരണം എന്താണ്, ഒരുപാട് നമ്മുടെ സമയം അത് അപഹരിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഒരുപാട് പേര് ഒരുപാട് സമയം പോകുന്നത് കൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു സെറ്റിംഗ്സ് ഉണ്ട്, എന്താണ് നമ്മുടെ ടൈം മാനേജ്മെന്റ്. അതായത് ഒരു ടൈം നമ്മൾ അതിനകത്ത് കയറുന്ന സമയത്ത് സെറ്റ് ആക്കി ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ 15 മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് എന്ത് ചെയ്യും, നോട്ടിഫിക്കേഷൻ വരും, നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഓഫ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു. കാരണം എന്താണ്, അവർക്ക് ആ ഒരു സംഭവം മനസ്സിലായിട്ടുണ്ട്, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇതിനകത്തൊക്കെ കയറി കഴിഞ്ഞാൽ എന്താണ്, വേണമെങ്കിൽ രാവിലെ തൊട്ട് രാത്രി വരെയും ഇത് നോക്കിക്കൊണ്ടിരിക്കും അല്ലെ. അത്രത്തോളം നമ്മൾ അഡിക്റ്റ് ആയിപ്പോയി. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സ്വയം മനസ്സിലാക്കി കുറച്ച് നാൾ നമുക്ക് പഠിച്ചേ പറ്റുള്ളൂ, നമുക്കൊരു ജോലി വേണം, നമുക്ക് നേടിയേ പറ്റുള്ളൂ എന്ന ആ സമയത്ത് നമ്മൾ ഈ ഒരു പോയിന്റിൽ നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, മാക്സിമം സോഷ്യൽ മീഡിയാസ് ഒക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. പഠനത്തിലേക്ക് മാത്രം നമ്മൾ ഫോണും കാര്യങ്ങളും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ക്രീൻ ടൈം കാരണം ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് തലവേദന ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്ത് നമ്മുടെ എൻട്രി യൂസ് ചെയ്ത് പഠിക്കുന്നവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു ക്ലാസ് കാണുന്നു, ഫുൾ ടൈം അതിനകത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കരുത്. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 10 മിനിറ്റ് നിങ്ങൾ ക്ലാസ് കാണുന്നു, എഴുതുന്നു. ഓക്കെ, ഒരു 10 മിനിറ്റിന് ശേഷം നിങ്ങൾ കണ്ണ് കുറച്ച് അതിനകത്തുനിന്ന് മാറ്റുക, എങ്ങോട്ടേക്കെങ്കിലും ദൂരേക്ക് ഏതെങ്കിലും ഒരു പച്ചപ്പിലേക്കൊക്കെ നോക്കാൻ പറ്റുവാണെങ്കിൽ അത് നിങ്ങളെ കണ്ണിന് നല്ലതാണ്. ഓക്കെ, ഫുൾ ടൈം ഇതേന്നും പറഞ്ഞ് ഇങ്ങനെ നോക്കി നമ്മൾ അതിനകത്തേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര തലവേദന, പിന്നീട് മൈഗ്രെയിൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് എന്ത് ചെയ്യുക, സ്ക്രീനിൽ നോക്കുക, ഇടയ്ക്കിടയ്ക്ക് കണ്ണ് ആ സ്ക്രീനിൽ നിന്ന് മാറ്റി പുറത്തേക്ക് നോക്കുക. ഓക്കെ, പുറത്തേക്ക് മീൻസ് ഇപ്പം പുറത്തല്ല അകത്തിരുന്നാ പഠിക്കുന്നതെങ്കിൽ എന്താണ് ചെറിയ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ചെറിയ പോട്ടിനകത്തൊക്കെ കിട്ടുന്ന പച്ച കളറുള്ള പ്ലാന്റ്സ്, പ്ലാസ്റ്റിക് ആയിക്കോട്ടെ യഥാർത്ഥതായിക്കോട്ടെ, അതെന്ത് ചെയ്യുക, ടേബിളിൻ്റെ അടുത്തും എല്ലാം ഒരെണ്ണം എടുത്ത് വെക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതിനകത്ത് നിന്നും നമുക്ക് ആ ഒരു ഗ്രീനിലേക്ക് നോക്കുന്നത് നല്ലതാണെന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുക, ദൂരേക്ക് നോക്കുക. നിങ്ങൾക്ക് മാക്സിമം ജനലൊക്കെ തുറന്നിട്ടേക്കുകയാണെങ്കിൽ ജസ്റ്റ് ദൂരേക്ക് നോക്കുക. അപ്പോൾ നിങ്ങൾ ആ ഒരു കണ്ണിൻ്റെ സ്ട്രെയിൻ മാക്സിമം ഒന്ന് എന്ത് ചെയ്യും, കുറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പോൾ ആ സ്ട്രെയിൻ നമ്മളെ ഒരുപാട് പ്രശ്നങ്ങൾ, നമ്മുടെ ഹെൽത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ തലവേദന ഉണ്ടാക്കും. അതുപോലെ തന്നെ നമ്മൾ ഉറക്കം കെടുത്താൻ ഇത് മതി അല്ലേ. നമ്മൾ ഫുൾ ടൈം രാത്രി നമ്മൾ ഫുൾ ടൈം ഇരുന്ന് പഠിച്ചു, 10 മണി വരെ ഇരുന്ന് പഠിച്ചു, നമ്മൾ എന്നിട്ട് എന്താ ചെയ്യാണ്, ബുക്കെല്ലാം അടച്ചു വെച്ച് പോയി കിടക്കുന്നു. കിടക്കുമ്പോഴാണ് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു, ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുന്നു അല്ലേ. അപ്പോഴത്തേക്കും വീണ്ടും നമ്മൾ ഇങ്ങനെ നമ്മളെ ഉറക്കത്തിനുള്ള സമയമാണ്, നമ്മളെ വിലപ്പെട്ട സമയമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വീണ്ടും സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇത് നമ്മുടെ ഉറക്കത്തിനെയും ബാധിക്കും. സോ കുറച്ച് കാലത്തേക്ക് നിങ്ങൾക്ക് ഈ ജോലി കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. അപ്പോൾ പിന്നെ ഇത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്രയും സ്ക്രീൻ ടൈം നിങ്ങൾക്ക് അവിടെ ആവശ്യമായിട്ട് വരത്തില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ബാക്കി സമയത്ത് കുറച്ച് സമയങ്ങൾ, ഒരു ദിവസം കുറേ സമയം നിങ്ങൾക്ക് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കാം. പക്ഷേ നമ്മൾ അതൊന്നും ശ്രദ്ധിച്ചില്ല എങ്കിൽ, നമ്മൾ ആ പഠനത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്തില്ല, ബാക്കിയുള്ള സമയം ഇതിലേക്ക് പോയെങ്കിൽ നമുക്ക് പിന്നീട് നമ്മളത് ഓർത്ത് ദുഃഖിക്കേണ്ടി വരും. എല്ലാവരും ജോലിക്ക് കയറി പോകുമ്പോൾ നമ്മൾ മാത്രം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. മീറ്റപ്പിൽ പിള്ളേർ വന്ന് പോകുന്നത്, നമ്മുടെ ബാച്ചിലുള്ള കുട്ടികൾ പഠിച്ച് കയറുന്നത്, ബാക്കിയുള്ള പിള്ളേർ അഡ്വൈസ് കിട്ടി റാങ്ക് ലിസ്റ്റിൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വരുമ്പോഴും ബാക്കിയുള്ളവരെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ട് ഒരു കാണിയെ പോലെ ഇരിക്കേണ്ട അവസ്ഥ വരും അല്ലേ. അപ്പോൾ അതുകൊണ്ട് പറയുകയാണ്, കുറച്ച് നാളത്തേക്ക് ഇതെല്ലാം ഒന്ന് കൺട്രോൾ ചെയ്യുക. നമ്മൾ അഡിക്ഷനിലേക്ക് പോകും. നമ്മളിപ്പോൾ ഓൾറെഡി അഡിക്റ്റഡ് ആണ്. നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കിയാൽ മതി, നമ്മൾ ഓൾറെഡി ഇപ്പോൾ അഡിക്റ്റഡ് ആണ്. ഓക്കെ, ആ അഡിക്ഷൻ കുറച്ച് കുറയ്ക്കാനായിട്ട് ശ്രമിക്കാം. നിങ്ങൾ വിചാരിച്ചാൽ അത് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ബാച്ചിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. കുറേ ആൾക്കാർ ജോയിൻ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ, ബാച്ച് എങ്ങനെയാണ് നമ്മൾ റൺ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ജസ്റ്റ് ഒന്ന് കേൾക്കുക. ഓക്കെ,
അപ്പോൾ നമ്മളിപ്പം ഡിഗ്രി ലെവൽ ബാച്ചസും ഉണ്ട്. എൻ്റെ ഇത് പറയുമ്പം ഡിഗ്രി ലെവൽ ബാച്ചസും ഉണ്ട്, 10th ലെവൽ ബാച്ചസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ മാസം നമ്മൾ ലോഞ്ച് ചെയ്യുന്നത് ഡിഗ്രി ലെവൽ ബാച്ചസ് ആണ്. കഴിഞ്ഞ തവണയും ഡിഗ്രി ലെവൽ ബാച്ചസ് ആയിരുന്നു. അപ്പോൾ കൂടുതൽ പേരും പ്രിഫർ ചെയ്യുന്നത് ഡിഗ്രി ലെവൽ ബാച്ചസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു എക്സാം മെയിനായിട്ട് വരുന്ന നമ്മളെ കമ്പനി ബോർഡ് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡിഗ്രി ലെവൽ ഫൗണ്ടേഷൻ ബാച്ചാണ് നമ്മൾ ഈ മാസം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാനായിരിക്കും ഇതിൻ്റെ മെയിൻ മെന്റർ എന്ന് പറയുന്നത്. കോ മെന്റർ ആയിട്ട് സായി ഗീത എന്ന് പറയുന്ന ഒരു മാമും ഉണ്ടാകും. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ്, എങ്ങനെയാണ് ഈ ഒരു ബാച്ച് എന്നുള്ള രീതിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഇത് നമ്മുടെ സ്പെഷ്യൽ ബാച്ച് ആണ്. നിങ്ങൾ ആപ്പ് യൂസ് ചെയ്യുന്നത് നോർമൽ ബാച്ചും ഇതെന്താണ് സ്പെഷ്യൽ ബാച്ചും ആണ്. ഇവിടെ എന്താ കിട്ടുന്നത്, അഡീഷണൽ അവിടെ നിന്ന് നോക്കുമ്പോൾ അഡീഷണൽ ആയിട്ട് കിട്ടുന്നതെന്ന് വെച്ചാൽ ലൈവ് ക്ലാസ്സസ്, ടീച്ചേഴ്സിന്റെ എല്ലാവരുടെയും ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കും. മാത്രമല്ല നിങ്ങൾക്ക് ഓരോ ദിവസങ്ങളിലും പഠിക്കേണ്ട ടോപ്പിക്സ് ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ എല്ലാ ദിവസവും നിങ്ങൾക്ക് കിട്ടും. നിങ്ങളെ എല്ലാ ദിവസവും ഫോളോ അപ്പ് ചെയ്യാൻ ഞാനും ഉണ്ടാകും, അതുപോലെ തന്നെ സായി മാമും ഉണ്ടാകും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് തരുന്ന കാര്യങ്ങൾ പഠിക്കുക എന്നത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളെ പഠിപ്പിക്കുക, നിങ്ങൾക്ക് വേണ്ടുന്ന നോട്ട്സ് തരിക, നിങ്ങൾക്ക് വേണ്ടുന്ന ക്ലാസ് തരിക, ലൈവ് ക്ലാസ് തരിക, ഇതെല്ലാം എക്സാംസ് എഴുതിപ്പിക്കുക, റാങ്ക് ലിസ്റ്റ് വരിക, സെൽഫ് ഇവാലുവേഷൻ, അങ്ങനെ ഒരുപാട് പ്രോസസ്സ് ഇതിന് ഉള്ളിലായിട്ട് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ് ഈ ഒരു വീട്ടിലിരുന്ന് പഠിച്ചാൽ മതി എന്നുള്ള രീതിയിൽ നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലൊരു കോമ്പറ്റീഷൻ മൈൻഡ് വരത്തില്ല. നമ്മൾ കോമ്പറ്റീഷൻ ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ കോമ്പീറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ എത്രത്തോളം താഴെയാണെന്നും ബാക്കിയുള്ളവർ എത്രത്തോളം മുകളിലാണ്, നമുക്കിനി എത്രത്തോളം ഇമ്പ്രൂവ് ആകണമെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് റാങ്ക് ഫയൽ നോക്കിയിരുന്ന് പഠിച്ചോളാം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവർ വർഷങ്ങളോളം നിങ്ങൾ അങ്ങനെ ഇരിക്കത്തതേ ഉള്ളൂ. കാരണം നിങ്ങൾ ആകെ മത്സരിക്കുന്നത് PSC എക്സാം ഹാളിൽ പോയിരിക്കുന്ന സമയത്ത് മാത്രമായിരിക്കും. അതിന്റെ റിസൾട്ട് വരുമ്പോൾ മാത്രമായിരിക്കും നിങ്ങൾ എത്രത്തോളം പിന്നിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ പ്രോസസ്സ് എന്താണ്, നമ്മൾ തുടക്കത്തിൽ നിന്ന് തന്നെ ഓരോരുത്തരുമായിട്ട്, ഇപ്പൊ 100 പേരുള്ള ഒരു ബാച്ച് ആണെങ്കിൽ ആ 100 പേരെയും കൊണ്ട് എക്സാം എഴുതിപ്പിക്കുന്നു. ആ എക്സാം എഴുതുമ്പോഴത്തേക്കും നല്ല പഠിച്ചവർ നല്ല റാങ്കിൽ പോകുന്നു, ബാക്കിയുള്ളവർ പിന്നോട്ട് പോകുന്നു. ഈ പിന്നോട്ട് പോകുന്നവർ അടുത്ത എക്സാമിന് ഫുൾ മാർക്ക് നേടാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നു. ഈ ഒരു കോമ്പറ്റീഷൻ മൈൻഡാണ് പ്രധാനമായും നമ്മുടെ സ്പെഷ്യൽ ബാച്ചിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ അഡീഷണൽ ആയിട്ട് ഇവിടെ നടക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മളൊരു PYQ പ്രാക്ടീസ് ഉണ്ട്. PYQ പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ആണ്. എല്ലാ സബ്ജക്റ്റ് ബേസ് ചെയ്തുകൊണ്ടുള്ള PYQ പ്രാക്ടീസ് എൻ്റെ ലൈവ്, ഞാനായിരിക്കും ലൈവ് എടുക്കുന്നത്. എൻ്റെ ലൈവിലൂടെ നിങ്ങൾക്ക് ആ PYQ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ വന്ന ടോപ്പിക്ക് കൂടെ പഠിച്ചിട്ടായിരിക്കും നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആക്കി പോകുന്നത്. സോ സ്റ്റഡി പ്ലാനിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേവറേറ്റ് ടീച്ചേഴ്സിന്റെ ക്ലാസ്സസ് കിട്ടുന്നതോടൊപ്പം തന്നെ ഈ ഒരു അഡീഷണൽ ആയിട്ട് PYQയിലൂടെ നമ്മൾ അഡീഷണൽ ആയിട്ട് ആ ടോപ്പിക്ക് വീണ്ടും പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് പോവാണ്. അപ്പോൾ നമുക്ക് ആ ഒരു PSCയുടെ ക്വസ്റ്റ്യൻസിന്റെ ലെവല് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അറിയാനായിട്ട് സാധിക്കും. സോ അതൊക്കെയാണ് നമ്മുടെ ബാച്ചിന്റെ അഡീഷണൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, അതിലൂടെ ആയിരിക്കും നമ്മൾ കാര്യങ്ങളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സോ 1 ഇയർ കോഴ്സാണ്. 1 ഇയർ കോഴ്സിൽ ഫുള്ള് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിലും എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകും, മോട്ടിവേഷൻ കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലൂടെ ലഭിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ, അതും ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം, വെറുതെ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് ആരും വരരുത്. കഷ്ടപ്പെട്ട് പഠിക്കാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രം ഒരു ദിവസം ഒരു 3 മണിക്കൂർ മുതൽ 4 മണിക്കൂർ വരെ മിനിമം കണ്ടെത്താൻ പറ്റുന്നവർ മാത്രം ബാച്ചിൽ വന്നാൽ മതി. ഓക്കെ, ഇനി ഫീസിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഫീസ് നമ്മൾ 1 ഇയർ ഫീസ് ആണ് വരുന്നത്. ഫീസ് നിങ്ങൾ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഫീസിന്റെ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരും. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഫീസ് ജസ്റ്റ് നിങ്ങൾ ഓഫ്ലൈൻ, ഇപ്പോൾ ഒരു ഓഫ്ലൈൻ സെന്ററിൽ ഇപ്പോൾ 1000 രൂപയൊക്കെയാണ് മന്ത്ലി ഫീസ് വരുന്നത്, അല്ലെങ്കിൽ 850-900 രൂപയാണ്. സോ ഈ ഫീസ് ആയിട്ട് നിങ്ങൾ ആ 12 ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. അത്രയും പോലും ഫീസ് നമുക്ക് ഇതിലേക്ക് വരേണ്ടി വരത്തില്ല. പിന്നെ ഫുൾ ഫീസ് ആയിട്ട് അടയ്ക്കാൻ പറ്റാത്തവർക്ക് നിങ്ങൾക്ക് EMI ഓപ്ഷൻ എല്ലാം അവൈലബിൾ ആണ്. സോ അതെല്ലാം നിങ്ങൾ തിരക്കി പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പഠിക്കണം, അടുത്ത പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഇതിലുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. സോ നമുക്കിനി മറ്റൊരു വീഡിയോയുടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്